ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു അടിപൊളി അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സൂപ്പറാണ് കേട്ടോ. നമ്മളിത് റേഷൻ കടയിൽ നിന്ന് കിട്ടണ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ ഈ അപ്പം ഉണ്ടാക്കുന്നത്. അതായത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു കുറച്ച് നേരം കലക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ചാനൽ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു മെഷറിംഗ് കപ്പിലൊന്നല്ല, സാധാരണ ഒരു ചില്ല് ഗ്ലാസ്സിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു അരമുറി തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ മിക്സിയുടെ ജാറിലാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് വെള്ള അവിലും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പിടി അവിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടിയും മുറി തേങ്ങയും പിന്നെ കുറച്ച് അവിലും 1 ടീസ്പൂൺ, ഒരു 1.25 ടീസ്പൂൺ നമ്മുടെ ഈസ്റ്റ് ഇട്ടോളൂ കേട്ടോ. പിന്നെ ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം. പഞ്ചസാര ഇട്ടിട്ട് ഇതെല്ലാം കൂടിയിട്ട് നെകക്കെ വെള്ളം ഒഴിക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ ഒപ്പത്തിന് ഈ പൊടികളെല്ലാം ഇട്ടതിന് ഒപ്പത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ നോർമലായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നോർമലായിട്ടുള്ള വെള്ളം ഒപ്പത്തിന് നമുക്കൊന്ന് ഒഴിച്ച് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം ഗോതമ്പ് പൊടി ആയ കാരണം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ട് ഇളക്കാം കേട്ടോ. ഇത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടി കൊണ്ടാണ് കേട്ടോ ഈ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകാമെന്ന് നിൽക്കണ നേരത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഒഴിക്കണം കേട്ടോ. ആദ്യമേ തന്നെ തോന ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ഈ അപ്പം സെറ്റ് ആവില്ല കേട്ടോ. ഒരു പാകത്തിന് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അടിച്ചെടുക്കുമ്പോൾ വെള്ളത്തിന് കുറവുണ്ട്, അങ്ങനെ കട്ട പിടിച്ചിട്ടിരിക്കുക. മിക്സി അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വെള്ളത്തിൻ്റെ കുറവുള്ള കാരണമാണെന്ന്. അപ്പോൾ ജസ്റ്റ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കട്ടകളൊക്കെ ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ അരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് സെറ്റ് ആവും കേട്ടോ. ഇനി നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇതേപോലെ നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. കണ്ടില്ലേ, ഒരുവിധം കട്ടിയുള്ളൊരു മാവാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായി ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കറക്റ്റ് സെറ്റ് ആവില്ല, എല്ലാ മാവിലും പിടിക്കേണ്ടതേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അധികം നേരമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ അത് മാവ് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിനുള്ളിൽ ഇത് സെറ്റാവും കേട്ടോ. നന്നായിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇപ്പോൾ മഴക്കാലമായ കാരണം അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം തിളച്ച വെള്ളം തന്നെയാണ് അത്. ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മഴക്കാലമായ കാരണം പെട്ടെന്ന് തണുപ്പുള്ള കാരണം ശരിക്കും അപ്പം സെറ്റായി വരില്ല. അതാണ് കേട്ടോ ജസ്റ്റ് ഒരു ചൂട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂറിന് ശേഷം ഞാൻ നമ്മുടെ അപ്പം സെറ്റായോ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പം ഒക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. നല്ലോണം പതഞ്ഞ് പൊന്തി വന്നിട്ടൊന്നുമില്ല, എന്നാലും നമുക്ക് പാകത്തിനായിട്ടുള്ളൊരു പൊന്തൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അധികം നേരമൊന്നും മിക്സ് ചെയ്ത് വെക്കണില്ലല്ലോ, എന്നാലും നമ്മുടെ മാവ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് പോകണ നേരത്ത് പിള്ളേർക്ക് തിക്കും തിരക്ക് ഉണ്ടാക്കിയിട്ട് ഒരു പലഹാരം ഉണ്ടാക്കി കൊടുക്കണ ഇതാവും ചെയ്യും. പിള്ളേർക്ക് ഇത് ഇഷ്ടപ്പെടും ചെയ്യും കേട്ടോ. എന്തായാലും നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമേ ചിലരൊക്കെ ഉപ്പിട്ടിട്ട് വെക്കും. ഇനി ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഈ മാവ് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നാണ് കേട്ടോ ഉപ്പ് ഇട്ടാറുള്ളത്. അങ്ങനെയാകുമ്പോൾ എനിക്ക് ചിലപ്പോൾ പൊന്താറൊന്നും ഉണ്ടാവാറില്ല, നമ്മുടെ അപ്പം സെറ്റ് ആവാറില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നാവാറുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ മാവ് സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലത്തെ കട്ടിയിൽ വേണം കേട്ടോ നമ്മുടെ മാവ് എടുക്കാൻ. നല്ല ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ അപ്പം സെറ്റാവില്ല കേട്ടോ. ഒരുവിധം കട്ടിയിലുള്ള മാവ് തന്നെയാണ് കേട്ടോ. ഇനി നമ്മുടെ അപ്പച്ചട്ടി വെച്ചിട്ട് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 2 ടീസ്പൂൺ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് പിന്നെ പെട്ടെന്ന് ആവും ചെയ്യും കേട്ടോ. പെട്ടെന്ന് നമ്മൾ അരിയുടെ പോലെയല്ല, പെട്ടെന്ന് തന്നെ അരുവൊക്കെ ഒന്നായി മുരിഞ്ഞ് വരും കേട്ടോ. അധികം നേരം നമ്മളങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ അരുവൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ചുറ്റിയെടുത്തിട്ട് വരാം. എന്നിട്ടൊരു എന്തായാലും ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്പം സെറ്റാവും കേട്ടോ. അപ്പോൾ ഞാൻ മൂടി വയ്ക്കട്ടെ. മൂടി വെച്ച് നോക്കുമ്പോഴേക്കും കണ്ടില്ലേ, നമ്മുടെ അപ്പം സെറ്റായിട്ടുണ്ട് കേട്ടോ. അരുഭാഗമൊക്കെ
നല്ലോണം ഇങ്ങനെ ജസ്റ്റ് ഒരു ഭാഗം തൊട്ടാലാണ് കേട്ടോ അങ്ങനെ വരുള്ളൂ. അങ്ങനെ ഒട്ടിപ്പിടുത്തൊന്നും വരില്ല കേട്ടോ. കണ്ടില്ലേ, എടുക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചുട്ടെടുക്കാൻ നോക്കിയാൽ നല്ലോണം ഹോളുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കഴിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. നമുക്കിത് തന്നെ കഴിക്കാം. അതിൻ്റെ ഒപ്പം കറികളൊന്നും വേണ്ട കേട്ടോ. സൂപ്പറായിട്ട് കഴിക്കാം. നമ്മൾ ആവശ്യത്തിന് മധുരം ഇട്ടിട്ടുണ്ടല്ലോ, കണ്ടില്ലേ. അപ്പമൊക്കെ സെറ്റായിട്ടുണ്ട്. നല്ല നൈസായിട്ടുള്ള അപ്പം കേട്ടോ. അതിൻ്റെ കൂടെ ചിക്കൻ കറിയോ തേങ്ങാപ്പാലൊക്കെ കൂട്ടി കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും റേഷൻ കടയിൽ നിന്ന് കിട്ടണ ഈ ഗോതമ്പൊടി വെച്ചിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.